നമ്മുടെ ഇന്ത്യ റിപ്പബ്ലിക് ആയിട്ട് ഇന്ന് 62 വർഷം തികയുകയാണ്. ഈ ഒരു വേളയിൽ നമ്മൾ നിൽക്കുന്ന സമയത്ത് നമ്മൾ ആലോചിക്കേണ്ടത് നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ ഒരു സ്വാതന്ത്ര്യം അല്ലെങ്കിൽ നമ്മൾ നേടിയിരിക്കുന്ന ഈ ഒരു സ്വാതന്ത്ര്യം എവിടെ എത്തി നിൽക്കുന്നു എന്നതാണ്. നമുക്കറിയാം, നമ്മുടെ ഈ ഒരു സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് ഗാന്ധിജി ഉൾപ്പെടെയുള്ള ഒരുപാട് മഹാരഥന്മാർ അഹോരാത്രം പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പോൾ സ്വാതന്ത്ര്യം നേടാൻ വേണ്ടി അഹോരാത്രം പ്രയത്നിച്ചിട്ടുള്ള രക്തസാക്ഷികളെ മനസ്സിൽ നമിച്ചുകൊണ്ട് ഞാൻ നിങ്ങളോട് രണ്ട് വാക്ക് പറയാൻ ആഗ്രഹിക്കുന്നു. നമുക്കറിയാം, ഇന്ത്യ സ്വാതന്ത്ര്യ ചരിത്രം തുടങ്ങുന്നത് വളരെ കാലം മുമ്പ് തന്നെ ആരംഭിച്ചിട്ടുണ്ട്. ഏകദേശം 2.5 പതിറ്റാണ്ടിന് മുമ്പ് തന്നെ നമ്മൾ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. ആ കാര്യങ്ങൾ മുഴുവൻ നമുക്ക് കിട്ടിയിട്ടുള്ള 5 മിനിറ്റിനുള്ളിൽ പറഞ്ഞു തീർക്കുക എന്നുള്ളത് പ്രയാസപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ്. എങ്കിലും പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നമ്മൾ നടത്തിയിട്ടുള്ള 1-ാം സ്വാതന്ത്ര്യ സമരം, അതുപോലെ തന്നെ 2-ാം സ്വാതന്ത്ര്യ സമരം, ജാലിയൻ വാലാബാഗ്, ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. ആ സമയത്ത് തന്നെ കേരള ജനത അല്ലെങ്കിൽ കേരളത്തിൽ നടന്നിട്ടുള്ള സ്വാതന്ത്ര്യ സമരങ്ങളെ കുറിച്ച് ചരിത്രകാരന്മാർ വളരെ നല്ല രീതിയിലൊന്നും പറഞ്ഞു കേൾക്കുന്നതായി നമ്മൾ കണ്ടിട്ടില്ല. ഈ ഒരു സ്വാതന്ത്ര്യം നേടാൻ വേണ്ടിയിട്ട് കേരളത്തിലെ ഒരുപാട് കലാപങ്ങൾ നടന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ആ ഒരു പ്രക്ഷോഭങ്ങൾ നടന്നിട്ടുണ്ട്. 1721 നടന്ന ആറ്റിങ്ങൽ കലാപം ഈ ഒരു സ്വാതന്ത്ര്യം നേടാൻ വേണ്ടി നടന്നിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു സംഭവമായിരുന്നു. ആറ്റിങ്ങൽ ജാഥയ്ക്ക് രത്നവുമായി വന്ന ഇംഗ്ലീഷുകാരെ നാട്ടുകാരെ പ്രക്ഷോഭത്തിലൂടെ നേരിടുന്ന ആ ഒരു സംഭവം ഇന്ത്യൻ സ്വാതന്ത്ര്യ ചരിത്രത്തിൽ ഏറ്റവും വലിയ ഒരു പങ്ക് വഹിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്കറിയാം, കുഞ്ഞാലി മരക്കാർ, പഴശ്ശിരാജയുടെ 1ഉം 2ഉം കലാപങ്ങൾ. ഗാന്ധിജി കേരളത്തിലെത്തിയതിന് ശേഷമാണ് നമ്മൾ കേരളീയർ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് ഉണർന്ന് പ്രവർത്തിച്ചിരിക്കുന്നതെന്ന് തോന്നുന്നു. 1921 ഗാന്ധിജി കേരളത്തിലെത്തിയ ശേഷം നമുക്കെല്ലാവർക്കും അറിയാം, വടകരയിലെ കൗമുദി ടീച്ചർ ആ ഒരു സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടിയിട്ട് തന്റെ ആഭരണങ്ങൾ മുഴുവൻ ഗാന്ധിജിക്ക് നൽകിയതായിട്ടുള്ള സംഭവങ്ങൾ നമ്മൾ അറിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇത്രയൊക്കെ കഷ്ടതകളും വേദനകളും സഹിച്ച് ഒരുപിടി മഹാന്മാർ നമുക്ക് നേടിത്തന്ന ഈ ഒരു സ്വാതന്ത്ര്യം നമ്മൾ നല്ല രീതിയിൽ വിനിയോഗിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ഇന്നത്തെ സമൂഹത്തിൽ നാം ഉൾപ്പെടുന്ന യുവജനതയുള്ള ഈ ഒരു സമൂഹത്തിൽ എത്രത്തോളം ആ ഒരു സ്വാതന്ത്ര്യം നല്ല രീതിയിൽ നടക്കുന്നുണ്ടെന്നുള്ളതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. അപ്പൊ നിങ്ങൾക്കറിയാം, 2 ദിവസം മുമ്പേ പത്രത്തിലൊരു വാർത്തയുണ്ടായിരുന്നു. സൽമാൻ റുഷ്ദി ലോകപ്രശസ്തനായ സാഹിത്യകാരനാണ്. ഒരു ജയ്പൂർ സാഹിത്യ സമ്മേളനത്തിൽ അദ്ദേഹത്തിന് കോൺഫറൻസിൽ കൂടെ പങ്കെടുക്കാനുള്ള അനുമതിയാണ് നൽകിയത്. നമുക്ക് ഇപ്പോൾ നമ്മുടെ സ്വാതന്ത്ര്യത്തിൽ നമ്മുടെ പ്രവർത്തന സ്വാതന്ത്ര്യം, അതുപോലെ നമ്മുടെ ചിന്താ സ്വാതന്ത്ര്യം, അഭിപ്രായം പ്രകടിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യം ഒക്കെ നഷ്ടപ്പെടുന്ന ഒരവസ്ഥ, അല്ലെങ്കിൽ നമുക്ക് സ്വാതന്ത്ര്യം ഉണ്ടെങ്കിൽ കൂടിയും നമ്മുടെ സ്വാതന്ത്ര്യം നല്ല രീതിയിൽ പ്രകടിപ്പിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥ ഈ സമൂഹത്തിൽ കാണാൻ കഴിയുന്നുണ്ട്. പിന്നെ ഗാന്ധിജി ആഗ്രഹിച്ചത് എന്ന് പറയുന്നത് ലഹരി വിരുദ്ധമായ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു സമൂഹമാണ്. നമ്മുടെ ഇന്നത്തെ സമൂഹം എന്ന് പറയുന്നത് ലഹരിയുടെ പിടിയിലാണ്. അപ്പൊ നമ്മൾ ആലോചിക്കേണ്ടത്, ഇത്രയും അധികം മഹാരഥന്മാർ നമുക്ക് കഷ്ടപ്പെട്ട് നേടിത്തന്ന ഈ ഒരു സ്വാതന്ത്ര്യം നമ്മൾ നല്ല രീതിയിൽ ഉപയോഗിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ നമുക്ക് ആ സ്വാതന്ത്ര്യം ലഭിക്കുന്നുണ്ടോ? ആ സ്വാതന്ത്ര്യം ലഭിക്കാൻ വേണ്ടി നമുക്ക് ഇനി എന്തെങ്കിലും ചെയ്യാനാകുമോ? അപ്പോൾ ഞാൻ ആശംസിക്കുകയാണ്, അല്ലെങ്കിൽ ഞാൻ പ്രത്യാശിക്കുകയാണ്, ഗാന്ധിജി ആഗ്രഹിക്കുന്നത് പോലെ ലഹരി വിരുദ്ധമായ അന്യന്റെ കാര്യങ്ങളിൽ അല്ലെങ്കിൽ അന്യന്റെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിൽ കൈ കടത്താതിരിക്കാനുള്ള ഒരു പ്രവണത നമുക്കുണ്ടാകണം. ഓരോ ആളുടെയും സ്വാതന്ത്ര്യം അയാൾക്ക് നല്ല രീതിയിൽ വിനിയോഗിക്കപ്പെടാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകുന്ന രീതിയിലേക്ക് ഇനി വരുന്ന തലമുറ നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ ഒരു സ്വാതന്ത്ര്യത്തെ കൊണ്ടുപോകാൻ ഇടവരട്ടെ എന്ന് ഞാൻ